അതിൽ സൺ സല്യൂട്ടേഷനുമായിട്ട് നമ്മുടെ PDF റെഫറൻസ് ഫയൽ നോക്കിയിട്ടുണ്ടാവും വിചാരിക്കും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് സൺ സല്യൂട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും അതൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സൺ സല്യൂട്ടേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ആസനാസിനെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിലുള്ള ആസനാസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ അതിൽ നമുക്ക് ഈ കൈ ഇങ്ങനെ ഹേർട്ടിന്റെ അവിടേക്ക് ഈ വിരല് വരുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുന്നതാണ് പ്രണമാസനം എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇത് തടാസന, മരം പോലെ പന പോലെ ഇതുപോലെ നിൽക്കുക. ഇങ്ങനെ നിന്നിട്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് സ്റ്റാർട്ടിങ് പൊസിഷനില് നോർമൽ ബ്രീത്തില് നിൽക്കുന്ന ഒരവസ്ഥ. ഇതിലാണ് നമ്മൾ ചെയ്യാറ്. നമ്മുടെ ഈ ക്ലാസ്സിൽ എപ്പോഴും ഈ ഒരു പൊസിഷനിലാണ് ഒന്നാമത്തേത് ചെയ്യാറ്. അപ്പൊ ആ ഒരു ഫുള്ളായിട്ടും സൺ സല്യൂട്ടേഷൻ എന്നുള്ള അതിലുള്ള എല്ലാ ആസനകളും നോക്കിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോയുടെ കൂടെ വന്നിട്ട് ചെയ്യേണ്ടത്. തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ആ വാമപ്പ് ഒക്കെ ചെയ്ത് ഒരു 4-5 ദിവസം അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യേണ്ടത്. കൂടാതെ ബേസിക് യോഗ പോസ്റ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു PDF കൂടി റെഫറൻസ് ഫയൽ കൂടെ നോക്കി മനസ്സിലാക്കിയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അത് കുറച്ച് ദിവസം എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ സൺ സല്യൂട്ടേഷൻ നമുക്ക് ശരിക്കും ഒരു ഫുൾ ഹോൾ ബോഡി, അതായത് ഒരു ഹോൾ ബോഡി എക്സസൈസ് ആയിട്ട് തന്നെ, അതൊരു പ്രാർത്ഥന അല്ല, യോഗയിലും അതൊരു പ്രാർത്ഥനയായിട്ടല്ല പറയണത്. അതൊരു ഹോൾ ബോഡി എക്സസൈസ് ആണ്. അപ്പൊ അത് നമുക്ക് ഒരു നല്ലൊരു കാർഡിയോ വിത്ത് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നതിന്റെ ആ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടും. ബോഡി വെയിറ്റ് കുറയാനായാലും എല്ലാ ജോയിന്റ്സിലേക്കും ഒരുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും കറക്റ്റ് ബോഡി എല്ലാ ഭാഗത്തേക്കും നല്ല ഒരു സ്ട്രെച്ചിങ് ടോണിങ് ഒക്കെ കിട്ടാനും നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിനും എല്ലാം തന്നെ നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി എല്ലായിടത്തേക്കും എത്തിക്കാൻ, അതായത് ശരിക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ എത്തിയിട്ട് എല്ലാ ഭാഗങ്ങളെയും ആക്റ്റീവ് ആക്കാനും എല്ലാം പറ്റുന്ന ഒന്നാണ് സൺ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ നമ്മളത് ചെയ്യണമെങ്കിൽ അതിന്റെ മുന്നേ ബോഡി നന്നായിട്ടൊന്ന് ലൂസനിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വേണം അതിലേക്ക് വരാന്. അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും സൺ സല്യൂട്ടേഷൻ തന്നെ ആദ്യം പോയിട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് ഈ പറഞ്ഞ PDF ഫോളോ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. നല്ല നിർബന്ധമായിട്ടും അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോ ആ സൺ സല്യൂട്ടേഷൻ നമ്മൾ ഒരു ടൈപ്പ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഹിപ്പ് ഇങ്ങനെ ഉയർത്തിയിട്ട് അഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നുണ്ടല്ലോ, അതിന് പകരം നമുക്ക് ലേഡീസിന് ശശാങ്കാസന ചെയ്യാം. അപ്പൊ അത് ഒന്നുകൂടി നമ്മൾ ഈ വീഡിയോയില് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി മനസ്സിലാക്കി തരാന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ലൂസൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആദ്യം നമ്മളെന്നും ചെയ്യുന്നത് പോലെ തന്നെ നട്ടെല്ല് നിവർത്തി നേരെ നിൽക്കുക. എന്നിട്ട് കഴുത്ത് താഴേക്കും മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. കഴുത്തിന്റെ താടിയുടെ താഴ്ഭാഗം കഴുത്തിന്റെ പിറകുവശവും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസം പുറത്തേക്ക് ഇട്ടു താഴെ മുട്ടുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇൻഹേൽ ദെൻ എക്സേൽ. പറ്റുമെങ്കിൽ തുടക്കക്കാരാണെങ്കിൽ 10 പ്രാവശ്യം തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ബോഡി അത്യാവശ്യം നല്ല എന്താ പറയാ ഫ്ലെക്സിബിൾ ആണ്. ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് ഇതിലേക്ക് പോകാവുന്നതാണ്. അടുത്തത് നമ്മൾ 2 സൈഡിലേക്ക് ഇങ്ങനെ നോക്കുന്നത് പോലെ അത് ചെയ്യേണ്ടത്. ബ്രീത്ത് റൂള് പറയുകയാണെങ്കിൽ മിഡിലിൽ നിന്നും ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടു വലതുവശത്തേക്ക് നോക്കുന്നത് പോലെ തലതിരിച്ചു, നടുക്കുന്ന വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടു സൈഡിലേക്ക്. ഇൻഹേൽ exhale, inhale, exhale, inhale, exhale, inhale,
എക്സിറ്റ്. രണ്ട് വശത്തേക്കും ചെയ്യാം. ഇനി അടുത്തത് നേരെ നിൽക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ദെൻ തല ഇതുപോലെ ചെവി ഷോൾഡറിൽ തട്ടുന്ന പോലെ പതുക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് വലിച്ചു കൂടി കൊടുക്കാം. ഈ സൈഡ് സ്ട്രെച്ച് ചെയ്യുന്നത് പോലെ വലിച്ച് അതുപോലെ ഒരു 6 മുതൽ 10 സെക്കൻഡ് വരെ അങ്ങനെ നിൽക്കാം. സാവധാനം തല നേരെ കൊണ്ടുവരാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് തല സൈഡിലേക്ക് താഴ്ത്തി ചെവി തോളിൽ തട്ടിക്കാൻ പറ്റാത്തൊരു തട്ടാൻ പറ്റൂല. അപ്പൊ അതുപോലെ നമ്മളൊന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം മാത്രമാണ് ഉദ്ദേശിച്ചത്. കഴുത്തിന്റെ രണ്ട് വശവും സ്ട്രെച്ച് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇൻഹേൽ ദെൻ എക്സേൽ. എത്ര പ്രാവശ്യം ഈ സൈഡിലേക്ക് ചെയ്യുന്നുണ്ടോ അത്രയും പ്രാവശ്യം തന്നെ ശ്വാസം എടുത്തു ശ്വാസം വിട്ടു. മറുവശം കൂടെ ചെയ്ത് കൊടുക്കുക. അടുത്തത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ തല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ്ട, പകരം അവര് ബാക്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. ഇത് കഴുത്തിന്റെ പിറകിലുള്ള ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിനൊക്കെ നല്ലതാണ്. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. അതേപോലെ തന്നെ മുന്നില് ഈ ഭാഗത്തും അതേപോലെ അത്ര തന്നെ പ്രാവശ്യം നമ്മള് ഇൻഹേൽ എക്സേൽ രണ്ട് പ്രാവശ്യം, രണ്ട് വശത്തേക്കും അത്ര തന്നെ പ്രാവശ്യം ചെയ്ത് കൊടുക്കാം. സാവധാനം ഇൻഹേൽ എക്സേൽ. ഒരു കുഴപ്പമൊന്നുമില്ല എങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയി തോന്നുകയാണെങ്കിൽ താഴെ മുട്ടിച്ചു, ദെൻ വലതുവശത്തേക്ക് കെടുത്തിട്ടു, ദെൻ ബാക്കില് സൈഡ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ദെൻ ആന്റി ക്ലോക്ക് വൈസ്, ദെൻ ആന്റി ക്ലോക്ക് വൈസ്. ഇത് സാവധാനം മാത്രം ചെയ്താൽ മതിയാവും. ഇത് ഇതേപോലെ തന്നെ 10 പ്രാവശ്യം വരെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെയ്യാം. വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ അതുകൂടെ ചെയ്ത് കൊടുക്കാം. ചിലർക്ക് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ കുറെ ഫാറ്റ് ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് കാണാലോ. അപ്പം കഴുത്തിൻ്റെത് ചെയ്തു, ദെൻ കൈയിന്റെ ചെയ്യാം. ജസ്റ്റ് പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ സർക്കിൾ ആക്കിയിട്ട് ചെയ്യാം. ചിലര് വലിയ സർക്കിൾ ആക്കിയിട്ട് ചെയ്യാറുണ്ട്. ചെറിയ സർക്കിൾ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ അപ്പർ ആമിന്റെ ഭാഗത്തേക്കുള്ള ഫാറ്റ് അടിഞ്ഞു കൂടിയത് കുറച്ചും കൂടെ നമുക്കത് ഫോക്കസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. റൊട്ടേഷൻ 10 പ്രാവശ്യം അങ്ങോട്ടാണെങ്കിൽ 10 പ്രാവശ്യം ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാം. റൊട്ടേഷൻ. നെക്സ്റ്റ് കൈ ഷോൾഡർ പോലെ. നമുക്ക് ഇതിൽ കുറെ എണ്ണം നമ്മൾ പഠിച്ചതിനെ കാണും. അതില് ഏത് എന്നൊന്നുമില്ല, ഒരു 3-4 വെച്ചിട്ട് അല്ലെങ്കിൽ 2 3 വെച്ചിട്ട് അല്ലെങ്കിൽ ഒരെണ്ണം വെച്ചിട്ടാണെങ്കിലും ഈ ഭാഗം കയ്യ്, ഹിപ്പ്, കാൽമുട്ട്, പിന്നെ കാലിന്റെ പാദം, ഈ ഭാഗങ്ങളിലേക്ക് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇതിപ്പം നമുക്ക് ഏത് വേണേലും ചെയ്തു കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മളിവിടെ ഇത് പറയുന്നു മാത്രം. കൈ ഇതുപോലെ കൈ ഷോൾഡറിൽ വെച്ചു, ദെൻ കൈമുട്ട് ഇതേപോലെ ബാക്കിലേക്ക് മുന്നിലേക്കും നോക്കാൻ. സമയം വയറിന്റെ സൈഡെല്ലാം നന്നായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. കൈ മാത്രമല്ല, ഇത് ഷോൾഡറിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ, കൈനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് പുറം വയറിന്റെ സൈഡെല്ലാം എൻഗേജ്ഡ് ആണ്. ഇതൊക്കെ 10 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 10 പ്രാവശ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മള് കൈ മുന്നോട്ട് നീട്ടി ഷോൾഡറിൽ ഇങ്ങനെ ടച്ച് ചെയ്യാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. റിപ്പീറ്റ് ചെയ്യാം 10 പ്രാവശ്യം. നെക്സ്റ്റ് ഷോൾഡർ നമ്മളൊന്ന് ഉയർത്തി നോക്കാം. ഷോൾഡർ ഇതുപോലെ ഉയർത്തി വെക്കാം. ദെൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം, ബാക്കിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ റൊട്ടേഷൻ ചെയ്ത് കൊടുക്കാം.
10 പ്രാവശ്യം. ഓപ്പോസിറ്റ്. പ്രാവശ്യം. കൈ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കൈ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിക്കാം. റൊട്ടേഷൻ. ആ ജോയിന്റും കൂടെ ഉപയോഗിക്കാം. 4 പ്രാവശ്യം ഇങ്ങോട്ടും 4 പ്രാവശ്യം ഇങ്ങോട്ടും. നെക്സ്റ്റ് ഹിപ്പ്. ഹിപ്പിന്റെ റൊട്ടേഷൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് സൈഡ് ടു സൈഡ് ഇത് റൊട്ടേഷൻ. ദെൻ എത്ര പ്രാവശ്യം അങ്ങോട്ട് ചെയ്തുവോ ക്ലോക്ക് വൈസ് ചെയ്തുവോ അത്രയും പ്രാവശ്യം തിരിച്ചു. വയറ് അരക്കെട്ടിന്റെ ഭാഗത്തൊക്കെ നല്ല കൊഴുപ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും പിന്നെ അധികം അരക്ക് കുനിഞ്ഞിട്ടുള്ള പണികളൊന്നും ചെയ്യാത്തവരും ഒക്കെ ആണെങ്കിലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ കുറെ എണ്ണം ചെയ്യാൻ നിൽക്കരുത്. അവര് ആദ്യം ഇങ്ങനെ പ്രാക്ടീസ് കൊടുക്കണം. ഫ്രണ്ടിലേക്ക് ഹിപ്പ് കൊണ്ടുവരാം, പതുക്കെ ബാക്കിലേക്ക്, ഫ്രണ്ടിലേക്ക്, ബാക്കിലേക്ക്. ഇത് കൂടുതൽ എണ്ണം ചെയ്ത് പ്രാക്ടീസ് കൊടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ സൈഡ്, ദെൻ സൈഡ്, 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 സൈഡ്. ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കഴുത്തിന്റെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട്, ദെൻ വലതുവശം, ബാക്കിലേക്ക്, ദെൻ ലെഫ്റ്റ്, ദെൻ ഫ്രണ്ടിലേക്ക്, സൈഡ് നോക്കാം. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വേണം പ്രാക്ടീസ് ചെയ്യാന്. ഹിപ്പ് മാത്രമാണ് നമ്മൾ, ബാക്കി എല്ലാ ഭാഗവും അങ്ങനെ അനങ്ങുന്നില്ല. അതേപോലെ തന്നെ ഓപ്പോസിറ്റ്. ഇപ്പൊ നമ്മൾ 4 എണ്ണം അങ്ങോട്ട് ചെയ്താല് അതേപോലെ തന്നെ അത്ര എണ്ണം തന്നെ തിരിച്ചും ചെയ്യാം. ഇത് 20, 30, 40 ഒക്കെ വെച്ചിട്ട് ചെയ്യാട്ടോ. വയറൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരാകുമ്പം. പക്ഷെ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഓർമ്മയുണ്ടായാൽ മതി. ബാക്ക് പെയിൻ ഉള്ളവരും ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നവരും ഇതിങ്ങനെ കുറെ നേരം ചെയ്ത് കൊടുക്കരുത്. അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടി പിടിക്കാം. ശ്വാസം ഉള്ളില്, ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം വിട്ട് കാൽമുട്ട് പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്തു. ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ പുറം ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ആയിട്ടുണ്ടാവും. കാൽമുട്ട് പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട്. കുറെ ബെൻഡ് ചെയ്ത് കൊടുത്താൽ മുട്ടിന് സ്ട്രെയിൻ വരും. പതുക്കെ താഴ്ത്തി വീണ്ടും ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale. Next, foot rotation. 3-4 പ്രാവശ്യം ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ തിരിച്ചും ഫുട്ട് റൊട്ടേഷൻ ചെയ്ത് കൊടുക്കാം. 4 പ്രാവശ്യം തിരിച്ചും. ഇത് ചെയ്യാൻ പറ്റാത്തവര് സൈഡിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക തൽക്കാലം. പിന്നെ അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതും മുകളിലേക്ക്, താഴേക്ക്, അതേപോലെ സൈഡ്, അതേപോലെ പിന്നെ അത് കണക്ട് ചെയ്തിട്ട് റൊട്ടേഷൻ ചെയ്താൽ മതിയാവും. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. ഇത് നമ്മൾ പതുക്കെ ഒന്ന് ജമ്പ് ചെയ്ത് ഇതേപോലെ തന്നെ ഹീൽ ഉയർത്തി. മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു റൂൾസ് പാലിക്കണം നിർബന്ധമായിട്ട്. ഇപ്പം സൺ സല്യൂട്ടേഷൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇതേപോലെ ഇതെല്ലാം മറക്കാതെ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ അത്യാവശ്യം ബോഡി ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പൊ എല്ലാ ഭാഗവും നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ഭാഗവും ഒന്ന് ആക്റ്റീവ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സൺ സല്യൂട്ടേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യേണ്ട വിധം നമ്മൾ ആദ്യം മാറ്റിന്റെ ഫ്രണ്ട് ഭാഗത്ത്, ഏറ്റവും മുന്നിലെ ഭാഗത്താണ് നിൽക്കേണ്ടത്.
അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇടേണ്ടത്, പക്ഷെ എനിക്ക് അങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അതില് മാറ്റിന്റെ മുൻവശത്തേക്കാണ് നിൽക്കേണ്ടത്. നമുക്ക് കാല് നീട്ടാനുള്ള സ്ഥലം ഇവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. താടാസനയിൽ നിന്നിട്ടാണെങ്കിൽ ഇതാണ് താടാസന. താടാസനയിൽ നമ്മൾ നേരെ നിൽക്കുകയാണ്. നോർമൽ ബ്രീത്ത്, ഇൻഹേൽ എക്സേൽ. അത് വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ആവണ വരെ 2-3-4 ബ്രീത്തൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് പോയാലും മതി. അപ്പൊ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഹസ്തോത്ഥാന. ഫയല് നോക്കിയവർക്ക് മനസ്സിലാവും. ഹസ്തോത്ഥാനം എന്ന് പറയുമ്പോൾ ശ്വാസം എടുത്ത് മുകളിലേക്ക് കൈ ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് ഹസ്ത ഉത്ഥാന. ഹസ്തം കൈ ഉയർത്തി മുകളിലേക്ക് ചെവിയോട് ചേർത്ത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് അല്പം ഒന്ന് പിറകിലേക്ക് അപ്പർ ബോഡി ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ശ്വാസം ഉള്ളിലാണുള്ളത്. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പതുക്കെ ബെൻഡ് ചെയ്യാം. സാവധാനം ബെൻഡ് ചെയ്തു. ദെൻ തറയിൽ കൈ മുട്ടിക്കാൻ പറ്റുന്നവർക്ക് തറയിൽ കാലിന് ഇരുവശത്തായിട്ട് കൈ മുട്ടിക്കാം. ഇല്ലെങ്കിൽ കുറച്ച് മുകളിലായാലും കുഴപ്പമില്ല. പാദ ഹസ്താസന. പാദം, കാല്, ഹസ്ത, കൈ. പാദ ഹസ്താസന എന്ന് പറയും. അടുത്തത് നമ്മള് വലത് കാല് പിറകിലേക്ക് നീട്ടി. ദെൻ കാലിങ്ങനെ കിടത്തി വെക്കുക. മുന്നിലെ കാൽമുട്ട് 90 ഡിഗ്രി. ഇതിങ്ങനെ കൊണ്ടുപോകരുത്, കാലുവേദന ഉണ്ടാവും ഇങ്ങനെ കൂർപ്പിച്ചു വന്നാല്. അതുകൊണ്ട് തന്നെ കാലിങ്ങനെ റിലാക്സ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഹിപ്പ് താഴ്ത്തി വെക്കുക. ഇത് ലോ ലഞ്ചിയാണ്, അതായത് കാല് താഴ്ത്തിയാല് ലോ ലഞ്ചി. ഇതിനെ കാലിങ്ങനെ ഉയർത്തി വെച്ച് കഴിഞ്ഞാല് ഹൈ ലഞ്ചി. ഇതിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. ഒന്നും കൂടെ തൈസ് എല്ലാം നല്ല സ്ട്രെച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ തെറാപ്യൂട്ടിക്കൽ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മളുടെ ഈ ഭാഗത്തേക്കൊക്കെ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ കാല് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണതായിരിക്കും. അപ്പം ഏതാണോ പ്രാക്ടീസ് ചെയ്തിട്ട് കംഫർട്ടബിൾ ആയി തോന്നുന്നത് അത് പ്രാക്ടീസ് ചെയ്യാം. ഇതിന്റെ പേര് അശ്വസഞ്ചലനാസന. കഴുത്തിങ്ങനെ ഉയർത്തി ഈ ഒരു പോസിൽ ഇങ്ങനെ നിൽക്കാം. അത് നമ്മുടെ ടൈം എന്ന് പറയുന്നത് പ്രാക്ടീസ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോസസ് പഠിക്കുകയാണ്. പിന്നെ നമുക്കത് 3 സെക്കൻഡോ 4 സെക്കൻഡോ 10 സെക്കൻഡോ ഒക്കെ എടുത്തിട്ട് പോസ് ചെയ്ത് ചെയ്യാം. അടുത്തത് 2 കാലും നേരെയാക്കി ബോഡി ഒരേ ലൈനിൽ കൊണ്ടുവരിക. ഫലകാസന അല്ലെങ്കിൽ പ്ലാങ്ക് പോസ് എന്ന് പറയും. കൈയിനും ഷോൾഡറിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഷോൾഡറിന് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ കൈയിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സസൈസ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കാറുണ്ടല്ലോ. അതൊക്കെ ഒരു 2 വീക്സ് ഒക്കെ ചെയ്ത് വേദന കുറഞ്ഞിട്ട് ആണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാൽമുട്ട് കുത്തി നേരെ ഹിപ്പ് പിറകിലേക്ക് വലിച്ചു കൊടുത്ത് പുറം നന്നായി സ്ട്രെച്ച് ചെയ്ത് കൈ നന്നായി സ്ട്രെച്ച് ചെയ്ത് ഫേസ് താഴ്ത്തി ഹിപ്പ് താഴ്ത്തി ശശാങ്കാസനം. ഇനി നേരെ ഹിപ്പ് ഉയർത്തി നേരെ അരക്കെട്ട് താഴെ വെച്ചു. കൈമുട്ട് പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്തു. ചെസ്റ്റും അതിന് മുകളിലുള്ള ഭാഗവും മുകളിലേക്ക് ഉയർത്തി മുകളിലേക്ക് നോക്കി ഭുജംഗാസന അല്ലെങ്കിൽ കോബ്ര പോസ് എന്ന് പറയും. ഇത് തന്നെ ഇത്രയും ഉയർത്തി കൈമുട്ട് നിവർത്തി ചെയ്യാറുണ്ട്. ഇത് ബാക്ക് പെയിൻ ഉള്ളവർക്ക് പാടില്ല. അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് ഇത്രയും താഴ്ത്തിയിട്ട് കൈമുട്ട് മടക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. ഇത് ഭുജംഗാസന. ഇത് തൈറോയ്ഡ് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് ഭുജംഗാസന പ്രാക്ടീസ് ചെയ്യുന്നത്. കഴുത്തിന്റെ ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ട്. അടുത്തത് കൈ അങ്ങനെ തന്നെ കാല് നേരെ വെച്ച് നേരെ നമ്മള് ഹിപ്പ് ഉയർത്തി കൊണ്ടുവരാണ്. ഹിപ്പ് ഉയർത്തി കാൽപാദം തറയിൽ തട്ടിക്കാനായിട്ട് ശ്രമിക്കാം. കാൽമുട്ടിന് ബുദ്ധിമുട്ടുള്ളവര് അത്രയും സ്ട്രെയിൻ ചെയ്യേണ്ടതില്ല. ഇത് അധോമുഖ ശ്വാനാസനം അല്ലെങ്കിൽ ഡോഗ് പോസ് എന്ന് പറയും.
തല താഴ്ത്തി കൈകൾക്കിടയിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ ഹിപ്പ് ഉയർത്തി ഇൻവേർട്ടഡ് വി പോസ്. ഇതാണ് ഡോഗ് പോസ് എന്ന് പറയുന്നത്, ഈസി ആയിട്ട് പറയുമ്പോൾ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത കാല് തന്നെ ഇടത് കാല്, ഇപ്പൊ നമ്മൾ വലത് കാലാണല്ലോ ചെയ്തത്, വലത് കാല് തന്നെ വെച്ചിട്ടും ചെയ്യാം. ഇത് ഒരു സെറ്റ് തന്നെ രണ്ട് വശവും മാറി മാറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പം ഇങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാല് പകുതി ചെയ്യുന്നു മാത്രം. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുന്ന് ഡോഗ് പോസിന്ന് നമ്മൾ നേരത്തെ ഏത് കാലാണോ പിറകിലേക്ക് നീട്ടിയത് അതേ കാല് തന്നെ മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നോക്കാം, അതേ കാല് തന്നെ മുന്നോട്ട് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. പാദഹസ്താസനയിൽ വന്നിട്ട് ഹസ്തോത്ഥാനം. ഇത് അതായത് ഈ സെയിം കാല് തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച് ചെയ്തപ്പോ ഒരു വശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സൺ സല്യൂട്ടേഷന്റെ ഹാഫ് നമ്മൾ ചെയ്തു. ഇനി അത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മറുവശവും ചെയ്യാം. ഇത് പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇതിപ്പം മറ്റേ കാല് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരികയാണെങ്കിലും അത് ഒന്നായിട്ട് കണക്കാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പകുതി എഫേർട്ട് എടുക്കുന്നുള്ളൂ എന്നർത്ഥം. നമുക്ക് വർക്കൗട്ട് ആണല്ലോ, എക്സസൈസ് ആണല്ലോ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭാഗം കംപ്ലീറ്റ് ആയി ചെയ്തതിന് ശേഷം മറ്റേ ഭാഗവും കംപ്ലീറ്റ് ആക്കി ചെയ്യുമ്പോൾ ഒരെണ്ണമായിട്ട് കണക്കാക്കുക. അങ്ങനത്തെ 3 സെറ്റ്, 6 സെറ്റ്, 9 സെറ്റ്, അങ്ങനെ അങ്ങനെ വന്നിട്ട് 108 വീതം ഡെയിലി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് മാത്രം മതിയാവും ശരിക്കും പറഞ്ഞാല് ഒരു നല്ല വർക്കൗട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷെ പല പല ഇഷ്യൂ ഉള്ള ആൾക്കാരായതുകൊണ്ട് അത്രയൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ഈ രീതിയിലുള്ള കോമ്പിനേഷൻ എക്സസൈസ് ആയിരിക്കും നല്ലത്. ചിലത് ഒഴിവാക്കാം, ചിലത് നമുക്ക് ചെയ്യാം. നമുക്ക് പറ്റുന്നത് തെരഞ്ഞെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡെയിലി 108 വീതം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് പകുതി ചെയ്തു. ഇനി നമുക്ക് മറ്റേ പകുതി ചെയ്ത് നോക്കാം. വീണ്ടും നമ്മള് തടാസന, പന പോലെ നിൽക്കാണ്. പന പോലെ നിന്നു. ഇനി നമ്മള് വീണ്ടും ഹസ്ത ഉത്ഥാന, മുട്ട് അരക്ക് മുകളിൽ മാത്രം കേട്ടോ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യണത്. ഹസ്ത ഉത്ഥാനാസന. ശ്വാസം ഉള്ളിലാണ്. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും പാദ ഹസ്താസന. ഇത് നമ്മൾ മുട്ടിലേക്കൊക്കെ മുഖം കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യാറുണ്ട്. അവനവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്താൽ മതിയാവും. ഇത് നമ്മള് വലത് കാല് പിറകിലേക്ക് വെച്ചു. ഇത് ഹൈ ലഞ്ചി, ലോ ലഞ്ചി. കാല് താഴ്ത്തിയാല് ലോ ലഞ്ചി. കാൽമുട്ട് ശ്രദ്ധിക്കുക, അങ്ങോട്ടേക്ക് കൂർത്ത് പോയി കഴിഞ്ഞാല് കാലിന് സ്ട്രെയിൻ വരും. ഓക്കെ, ഇത് അശ്വസഞ്ചലനാസന. ഇനി നമ്മള് രണ്ട് കാലും ഒന്നിച്ചു വെച്ചു ഫലകാസന. ഇനി കാൽമുട്ട് താഴ്ത്തി ഹിപ്പ് കാലിലേക്ക് കൊണ്ടുവന്നു, പുറം നന്നായി സ്ട്രെച്ച് ചെയ്തു, ശശാങ്കാസനം. നേരെ അരക്കെട്ട് താഴ്ത്തി കൈമുട്ട് മടക്കി ചെസ്റ്റിന് മുകൾ ഭാഗം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കഴുത്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇത് ഭുജംഗാസനം അല്ലെങ്കിൽ കോബ്ര പോസ്. ഇനി അടുത്തത് ഡൗൺവേർഡ് ഡോഗ് പോസ്, അധോമുഖ ശ്വാനാസന. തല കൈകൾക്കിടയില് താഴ്ത്തി വെച്ച് ഉയർത്തി ഇൻവേർട്ടഡ് വി പോസ്. ഇനി സെയിം കാല് തന്നെ, ഇടത് കാല് മുന്നോട്ട് വെക്കുക. ലോ ലഞ്ചിന് അശ്വസഞ്ചലനാസനം. വീണ്ടും പാദഹസ്താസനം.
ഹസ്തോത്ഥാന. അരക്കെട്ടിന്റെ മുകളിലുള്ള ഭാഗമാണ് സ്ട്രെച്ച് ചെയ്തിട്ടുള്ളത്. തടാസന. ഇത് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം നമ്മൾ ആസനാസ് പഠിക്കുക, പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാം, കറക്റ്റ് പോസ്ചർ മനസ്സിലാക്കുക, ലിമിറ്റേഷൻസ് മനസ്സിലാക്കുക. ഓരോ ആസനയുടെ നമ്മൾ ഓരോ ആൾക്കാർക്ക് പറ്റും പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാന്. PDF കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ തന്നെയും കറക്റ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടാവണം. ധൃതി പിടിച്ചിങ്ങനെ ഓടിച്ചോടിച്ച് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുക. ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ചാടുകയൊക്കെ ചെയ്ത് കുറച്ച് സ്ട്രെയിൻ ചെയ്ത് കാലിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, കാലുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ മാറുകയാണ് ചെയ്യാറ്. ഇനിയിപ്പോ ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ പെയിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ പെയിൻ മാറാനായിട്ടുള്ള എക്സസൈസുകൾ കുറച്ച് ദിവസം ചെയ്തു കൊടുത്തിട്ട് അപ്പൊ നമ്മൾ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒഴിവാക്കി കൊടുത്തിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് റിക്കവറി ആയിട്ട് വന്ന് നോർമൽ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റും. ഇനി സാധാരണ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു PDF നമ്മൾ കൊടുത്തിട്ടുള്ള സൺ സല്യൂട്ടേഷൻ ഉണ്ടല്ലോ, അപ്പൊ അതില് അഷ്ടാംഗ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഇതിൽ വരുന്ന രീതിയിലാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. അപ്പൊ അത് നമുക്ക് ചെസ്റ്റിന്റെ അവിടെ നന്നായിട്ട് തറയിൽ തട്ടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കറക്റ്റ് പോസ്ചർ നമുക്ക് ലേഡീസിന് കിട്ടൂല. ലേഡീസിന് അതുപോലെ തന്നെ കിട്ടാത്തത് കൊണ്ട് നമുക്ക് അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം ശശാങ്കാസന ചെയ്യുന്നതാണ് നല്ലത്. ശശാങ്കാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ കാൽമുട്ട് ഇതേപോലെ വന്ന് ഹിപ്പ് കാലിന് നോക്കുക, ഈ അരക്കെട്ടിന്റെ ഭാഗവും യൂട്രസിന്റെ ഭാഗമൊക്കെ നോക്കുക ഇങ്ങനെ വരുന്നു. അബ്ഡോമിനൽ സൈഡ് ഒക്കെ നന്നായിട്ട് പ്രസ്സായിട്ട് കൈനീട്ടി വെച്ച്, ഇതാണ് ശശാങ്കാസന. ശശാങ്കാസന എന്ന് പറഞ്ഞാല് നോർമൽ പൊസിഷൻ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന കൈ ഇങ്ങനെ പിറകിൽ കെട്ടിയിട്ട് ഈ കൈ കൊണ്ട് തന്നെ കൈനെ ഇങ്ങനെ പിടിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ശ്വാസം വിട്ട് ഹിപ്പ് ഉയരാതെ നെറ്റി തറയിൽ മുട്ടിച്ചിട്ട് 30 സെക്കൻഡ് വരെയൊക്കെ അങ്ങനെ തന്നെ നിൽക്കാം. ഇതാണ് ശരിക്കുള്ള ശശാങ്കാസന എന്ന് പറയുന്നത്. അതിന് അടുത്ത കൈ മാറ്റി പിടിച്ചിട്ട് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ശ്വാസം എടുത്തു, ദെൻ ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി തറയില് മുട്ടിക്കുക. ഇതാണ് ശശാങ്കാസന. അപ്പൊ നമ്മൾ ഇതിനെ നമ്മളിങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ചെയ്യുമ്പോ അത് ചെയ്യേണ്ടത് ഇതേപോലെ ഇൻഹേൽ ദെൻ എക്സേൽ. ഈ ഒരു പോസ്ചർ ശരിക്കും ലേഡീസിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മുടെ ഈ അബ്ഡോമിനൽ ഏരിയയിലേക്കൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ അതുപോലെ തന്നെ അബ്നോർമൽ പീരിയഡ്സിനും അതുപോലെ മെനോപോസിലൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ലേഡീസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്നാണ് ഈ നമ്മള് അതുപോലെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള കുറെ എക്സസൈസുകൾ നമ്മൾ പറയാറുണ്ട്. കിഗൽ എക്സസൈസസ്, പെൽവിക് ഏരിയയിലേക്കൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ബ്രിഡ്ജ് പോസസ് ഉണ്ടല്ലോ, സേതുബന്ധനാസന, അങ്ങനെയുള്ളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ലേഡീസ് ഫ്രണ്ട്ലി എക്സസൈസ് ആണ്. അതുപോലെ തന്നെയുള്ള ഒന്നാണ് ഈ ശശാങ്കാസന എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ സൺ സല്യൂട്ടേഷനില് ഇതാണ് ജെൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ അഷ്ടാംഗ നമസ്കാരത്തിന് പകരം ഈ ഒരു ആസനയാണ് നമ്മൾ ചെയ്യാറ്. അപ്പം അത് കാണുമ്പോൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പൊ ഈ ഒരു ഇപ്പൊ നമ്മൾ ചെയ്ത സൺ സല്യൂട്ടേഷൻ ആണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് വർക്കൗട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ ലേഡീസിന് വളരെ നന്നായിട്ടുള്ളതും ഉള്ള സൺ സല്യൂട്ടേഷൻ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മള് അഷ്ടാംഗ നമസ്കാരം എന്താണെന്ന് ഒന്ന് അറിയണല്ലോ. അപ്പൊ അത് ഇതാണ് സംഭവം. ഹിപ്പ് ഇങ്ങനെ ഉയർത്തിയിട്ട്, അതായത് ഇങ്ങനെ ഇതേപോലെ നിന്നിട്ട് ഹിപ്പ് ഉയർത്തിയിട്ട് ചെസ്റ്റിനെ കൊണ്ടുപോയി ചെസ്റ്റും ചിന്നും 8 അംഗങ്ങൾ, അതായത് 8 അംഗങ്ങൾ, അതായത് 8 ലിംബ് തറയിൽ തട്ടിക്കുന്ന രീതിയിൽ ചെയ്യുന്നതിനെയാണ് അഷ്ടാംഗ നമസ്കാര എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള്
അത് ചേർത്തിട്ട് ചെയ്യുന്നതിന് കുഴപ്പം ഒന്നുമില്ല. അത് വേണമെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഏറ്റവും നല്ല ഒരു നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇപ്പൊ ഇന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ള കൺസൾട്ടേഷൻ. അപ്പൊ അത് നമ്മൾ ചെയ്ത് നോക്കാം. 3 ചെയ്യാം. സ്ലോ ആയിട്ട്, വളരെ സ്ലോ ആയിട്ട് പോസ് ചെയ്ത് എല്ലാ മസിലുകളും ടൈറ്റ് ആയിട്ട് പിടിച്ച് 3 ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് അതായത് ശ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പം ശ്വാസമാണെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ ശ്വാസം എടുത്തു, പിന്നെ ശ്വാസം വിട്ടു, അടുത്തതില് പിന്നെ ശ്വാസം എടുത്തു, പിന്നെ ശ്വാസം വിട്ടു. ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് ക്ലിയർ ആയി കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ചെയ്യാം 3. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് 3 ചെയ്ത് നോക്കാം. പിന്നെ അടുത്തത് വീണ്ടും കുറച്ച് സ്ലോ ആയിട്ട് 3 ചെയ്ത് നോക്കാം. ഇനി ഈ നടുവില് നമ്മൾ പറഞ്ഞ ഈ 3 ഉണ്ടല്ലോ, അതിന്റെ എണ്ണം കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരെണ്ണം നല്ല സ്ലോയിൽ ചെയ്തിട്ട് ബാക്കിയെല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിൽ ഇത് വളരെ സ്ലോ ആയിട്ട് ചെയ്യാം. ഇത് നമ്മൾ ശവാസനം ചെയ്തിട്ട് ബ്രീത്തിങ് എക്സസൈസ് നന്നായി ചെയ്താൽ നേരത്തെ പ്രാണായാമം ചെയ്താലും മതി. അങ്ങനെ കിടന്നിട്ട് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും അടിപൊളി ഒരു ബോഡി, നല്ല ടൗൺഡ് ആയിട്ടുള്ള ഒരു ബോഡി കിട്ടട്ടെ. പ്രാക്ടീസ് ചെയ്ത് നോക്കാം.